നിർത്തണമെങ്കിൽ അല്ലെങ്കിൽ ഒരു സംസ്കാരം കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഒരു ഭാഷ ആവശ്യമാണ്. അത് തന്നെയാണ് ഡൽഹിയിൽ കഴിഞ്ഞ ഒരു 3-4 മാസത്തിന് മുമ്പ് ഹിന്ദു കോൺഗ്രസ് നടന്നു. അതിലവരൊരു തീരുമാനത്തിലെത്തി ഹിന്ദു സംസ്കാരം ഇന്ത്യയിൽ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, സംസ്കൃത ഭാഷ സ്കൂൾ തലത്തിൽ നിർബന്ധിതമാക്കണം. അപ്പോൾ എല്ലാവരും സംസ്കൃതം പഠിച്ചു വരുമ്പോൾ ഈ ഹിന്ദു സംസ്കാരം അതിന് ഇൻട്രൊഡ്യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഈ ഒരു സംസ്കാരം നിലനിർത്തണമെങ്കിൽ ഒരു കോമൺ ആയിട്ടുള്ള ഭാഷ ആവശ്യമാണ്. ഭാഷയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കണം, നമ്മുടെ കുടുംബത്തിലെ ഭാഷ ഇന്നെന്താണ്, ഏത് രീതിയിലുള്ള സംസാരമാണ്, ശൈലിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ ബോഡി ലാംഗ്വേജ് ആയാലും നമ്മുടെ കുട്ടികളോടുള്ള സംസാരമായാലും ഭർത്താക്കന്മാരോടുള്ള സംസാരമായാലും. നമ്മൾ ഭാഷയെക്കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം 1-ാം വാക്യത്തിൽ അത് അന്ന് ടീച്ചറും പറഞ്ഞിരുന്നു. ബാബേലിലൊരു ഭാഷയുണ്ടായി. അത് പറഞ്ഞിരിക്കുന്നത് ഭൂമിയിലൊക്കെയും ഒരേ ഭാഷ സംസാരിച്ചുകൊണ്ടിരുന്നു. ആ ഒരു ഭാഷ സംസാരിച്ചപ്പോൾ അവൾ വളരെ ശക്തിയായിരുന്നു. അവരെന്ത് പറഞ്ഞു, സ്വർഗത്തോളം എത്തുന്ന ഒരു ഗോപുരം നമുക്ക് പറഞ്ഞു. അപ്പോൾ അവർ ദൈവത്തോട് അടുക്കാനായിട്ടങ്ങ് ശ്രമിക്കുക, ദൈവമാകാനുള്ള ശ്രമം. അത് ആ ഭാഷ നമ്മൾ അഹങ്കാരത്തിൻ്റെ ഭാഷ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലെ ഭാഷ ഇന്ന് അഹങ്കാരത്തിൻ്റെ ഭാഷയാണോ? രണ്ടാമത് നമുക്കൊരു ഭാഷ കാണാം, മർക്കോസിൻ്റെ മാളികയിൽ പത്രോസ് സംസാരിച്ച ഭാഷ. അത് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ സമാധാനത്തിൻ്റെ ഭാഷയായിരുന്നു, മാനസാന്തരത്തിൻ്റെ ഭാഷയായിരുന്നു. എത്ര പേരാണ് മാനസാന്തരപ്പെട്ടെ? 3000 പേര് മാനസാന്തരപ്പെട്ടു. അപ്പോൾ ആ ഭാഷയാണോ നമ്മൾ ഉൾക്കൊള്ളുന്നത്? പിന്നെ നമ്മൾ പീലാത്തോസിൻ്റെ ഒരു ഭാഷയുണ്ട്, വേശ്യാസ്ത്രീക്ക് ഭാഷയുണ്ട്. ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഭാഷയുണ്ട്. നമ്മുടെ കുടുംബത്തിലെ നമ്മുടെ ഭാഷ എന്താണെന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ ഈ APJ അബ്ദുൽ കലാമിൻ്റെ ഫാമിലി ആൻഡ് നേഷൻ എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. അതിനകത്ത് ഈ വെർബൽ വയലൻസിനെ കുറിച്ച്, അതായത് കുടുംബത്തിൽ കണ്ടുവരുന്ന വലിയൊരു യുദ്ധമാണ് വെർബൽ വയലൻസ്, വാക്കുകൊണ്ടുള്ള അടി. അതിനെ ഇല്ലാതാക്കാനായിട്ട് APJ പറഞ്ഞിരിക്കുന്ന 3 തരത്തിലുള്ള ലാംഗ്വേജിനെ കുറിച്ച് പറഞ്ഞു. ഒന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യേണ്ട ലാംഗ്വേജ് പൊളൈറ്റ് ലാംഗ്വേജ് ആയിരിക്കണം. 2 സ്വീറ്റ് ലാംഗ്വേജ് ആയിരിക്കണം. 3 പ്രൂഡൻറ്റ് ലാംഗ്വേജ് ആയിരിക്കണം. അങ്ങനെ ഈ 3 ലാംഗ്വേജ് നമ്മൾ ഉൾക്കൊണ്ട് ആ രീതിയിൽ നമ്മൾ സംസാരിച്ചാൽ എന്ത് സംഭവിക്കും? കുടുംബത്തിലെ പകുതി വഴക്കുകളും പ്രശ്നങ്ങളും കലഹങ്ങളും ഒഴിച്ചിട്ട് കുടുംബജീവിതം ചിന്തിച്ചു പോകാതിരിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് നിരന്തരമായ ദൈവസംസർഗത്തിലൂടെ നമുക്ക് 2 ഭാഷ ഉടലെടുക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ഉടലെടുക്കും നിരന്തരമായ പ്രാർത്ഥനയിലൂടെ. ഇപ്പോൾ ഞാനൊക്കെയാണ് ഒരുപാട് സംസാരിക്കുന്ന ആളാണ്. ആ സംസാരത്തിലൂടെ പല പല പ്രശ്നങ്ങൾ വന്നിട്ടുമുണ്ട്. അപ്പം ഇപ്പം കുറേയൊക്കെ എനിക്ക് അടക്കാനായിട്ട് ദൈവത്തിൻ്റെ കൃപയാൽ കഴിയുന്നുണ്ട്. നാവിനെ എന്നെ പലരും ശാസിച്ചിട്ടുമുണ്ട് ഇവിടെ ഇരിക്കുന്നത് തന്നെ. അപ്പം നാവിനെ ഒന്ന് അടക്കാൻ വലിയൊരു പ്രയാസമുള്ള കാര്യമായിരുന്നു. നിരന്തര ദൈവസംസർഗത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും നമുക്ക് 2 ലാംഗ്വേജ് ഉണ്ടാക്കാം. ഒന്ന് പുഞ്ചിരി, രണ്ടാമത് മൗനം എന്നാണ് പറയുന്നത്. പുഞ്ചിരി എന്തിനാ? പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാതിരിക്കുക. ആരെങ്കിലും വഴക്കിന് വന്നു കഴിഞ്ഞാൽ ഒന്ന് ചിരിച്ചിങ്ങ് പോവുകയാണെങ്കിൽ വലിയ പ്രയാസമാണ്. രണ്ടാമത് മൗനം എന്ന് പറയുന്നത് ഈ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ, ഏതെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ പരിഹരിക്കാൻ മൗനം എന്ന ഭാഷയിൽ നമ്മൾ എടുക്കേണ്ടിയിരിക്കുന്നു. പിന്നെ ഈ നമ്മുടെ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പോലീത്ത പറഞ്ഞു, കുടുംബത്തെ ചിത്രിപ്പിക്കുന്ന വേറെ കുറേ മിസ്സുമാർ കുടുംബത്തിലുണ്ട്. പെര നിറഞ്ഞു നിൽക്കുകയാണെന്നാണ് പറയുന്നത്. ഈ 3-4 മിസ്സുമാർ. ഒന്ന് മിസ്അണ്ടർസ്റ്റാൻഡിങ്, 2 മിസ് ഇൻ്റർപ്രിട്ടേഷൻ, എൻ്റെ എല്ലാ സ്റ്റാറ്റിസ്റ്റിക്കില്ല നമ്മുടെ വേണ്ടിയില്ല. മറ്റേത് മിസ്യൂസ്, അടുത്തത് മിസ്ലീഡിങ്. ഇവരെ 3 പേരെയും കല്യാണം കഴിച്ച് അങ്ങ് ഇറക്കി വിടണമെന്നാണ് പറയുന്നത്. വിട്ട് കഴിഞ്ഞാൽ കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടാവത്തില്ല. മിസ്അണ്ടർസ്റ്റാൻഡിങ്, മിസ്ഇൻ്റർപ്രിട്ടേഷൻ, മിസ്യൂസ് ആൻഡ് മിസ്ലീഡിങ്. അതെ, നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ഒന്നായിരിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? പരസ്പര ധാരണ വേണം, പരസ്പര സ്നേഹം വേണം, അതുപോലെ തന്നെ ഉത്തരവാദിത്വവും അച്ചടക്കവും വേണം. ഇതെല്ലാം കൂടെ ചേർത്ത് കുടുംബം പണിയാണ്. ഭിത്തികൾ ഇതായിരിക്കണം. ഏതൊക്കെയാണ്? അച്ചടക്കം, സ്നേഹം, ഉത്തരവാദിത്വം, വിശ്വാസം. പാരമ്പര്യവും വിശ്വാസവും കൂടി ചേർത്ത് എനിക്ക് എപ്പോഴും പറയാൻ ഇഷ്ടപ്പെടുന്നത്. പാരമ്പര്യത്തെ വിട്ടൊരു കളി എനിക്കില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള സംരക്ഷണ ഭിത്തിയോടുകൂടി നമ്മുടെ കുടുംബം പണിയാണ്. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞു മറൈൻ ഡ്രൈവിലെ കാര്യം പറഞ്ഞു. അതൊക്കെ അതുപോലെ തന്നെ നമ്മൾ ജീവിക്കുന്ന, നമ്മൾ കാലൂന്നി നിൽക്കുന്ന മണ്ണിലൊരു സംസ്കാരമുണ്ട്. ആ സംസ്കാരം നമ്മൾ മറക്കാൻ പാടില്ല. നമ്മുടെ പാരമ്പര്യം ഇത് രണ്ടും മറക്കാതെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ കുറച്ചൊക്കെ നമുക്ക് കുടുംബജീവിതത്തിൽ വിജയിക്കാം. പിന്നെ ഈ കുട്ടികളുടെ കവിയായിരുന്നു കുഞ്ഞി മാഷൻ, കുട്ടിക്കവിതകൾ എഴുതും. മാഷിൻ്റെ ഒരു കവിതയുണ്ട്, എല്ലാവർക്കും അറിയാമായിരിക്കും. ഒന്നെങ്ങനെ എഴുതാം, എന്നിട്ട് പറയുമ്പോൾ ഒന്നിങ്ങനെ എഴുതാം. അവിടെ എന്ത് വേണ്ട? കുത്തും വേണ്ട, വളവും വേണ്ട, തിരിവും വേണ്ട, കുത്തും വേണ്ട, കുത്തനെ ഒരു വര, കുറിയ വര. ഇതിലെന്തർത്ഥം ഉണ്ടെന്നറിയാം. നമ്മൾ ചെറിയ പാട്ടായിട്ട് അങ്ങ് എടുത്തു പോകും. എങ്ങനെ എഴുതാം, ഇങ്ങനെ എഴുതാം. എന്താ? വളവും വേണ്ട, തിരിവും വേണ്ട, കുത്തും വേണ്ട, കുത്തനെ ഒരു വര, കുറിയ വര. നമ്മൾ ഓർത്തഡോക്സിലൊന്ന് ചിന്തിച്ച് നോക്കി. രണ്ടിനും കൂടെ താരതമ്യം ഞാൻ ഒരു ദിവസം ഇച്ചിരി നേരം ചിന്തിച്ചതാണ്. അതായത്
കുത്തനെ ആയിരിക്കണം വര, അതായത് നേരായിട്ടുള്ളതാണ് അല്ലേ. അവിടെ വളവും തിരിവും വക്രതയും കൂട്ടിച്ചേർക്കലും ഒന്നും വേണ്ട. ആ പണ്ട് മുതലേ വന്നു വരുന്ന ആ വിശ്വാസവും ആ പാരമ്പര്യത്തിലെ നേരെ അങ്ങ് പോകാം. പിന്നെ ഒരു പ്രത്യേക കാര്യം പറയുന്നുണ്ട്, കുത്തനെ ഒരു വര കുറിയതായിരിക്കണം. അത് ഈ വര എന്ന് പറയുമ്പോൾ അത് ഇൻഫിനിറ്റി, അങ്ങോട്ടും പോകാം, മുകളിലോട്ടും പോകാം, താഴെയോട്ടും പോകാം വര വരയ്ക്കുമ്പോൾ. അതുകൊണ്ട് ഇത് കുറിയ വരയായിരിക്കണം. നമ്മുടെ അച്ഛൻ ഈ കഴിഞ്ഞ ഇടയിൽ കഴിഞ്ഞിട്ട് പ്രസംഗിച്ചപ്പം പറഞ്ഞു, എപ്പോഴും ഇച്ചിരി കുറഞ്ഞിരിക്കുന്നതാണ് നല്ലതെന്ന്. കൂടുതലേക്ക് പോകണ്ട. മുമ്പ് നമ്മൾ കവി പാടിയതുപോലെ ഇതിനൊപ്പം ഒന്നും പോകേണ്ട ആവശ്യമില്ല. ജീവിതത്തിൽ വിശുദ്ധി ഉണ്ടെങ്കിൽ ദൈവത്തെ കാണാനായിട്ട് സാധിക്കും. വിശുദ്ധിയുള്ള ജീവിതം നയിക്കുകയാണെങ്കിൽ ആണുങ്ങളെക്കാട്ടിലൊക്കെ വലിയ ആളുകളാകെ നമുക്ക് കഴിയുകയും ചെയ്യും. അതുകൊണ്ട് കുഞ്ഞുണ്ണിമാഷിൻ്റെ കവിത ഓർത്തുകൊണ്ട് നമുക്ക് കുറഞ്ഞവരായിരിക്കാം. വളവും തിരിവും വക്രതയും കുത്തും കോമായും ഇല്ലാതെ സ്ട്രെയിറ്റ് ആയിട്ട് പോകാനായിട്ട് ദൈവം ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സുജാമ തോമസിൻ്റെ വളരെ ഇൻഫോർമേറ്റീവായിരിക്കുന്ന, വളരെ ആഴമായിട്ട്, വളരെ എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ ദിവസം ഇന്നലത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അറിയാം എന്താണെന്നുള്ളത്. വായനാ ദിവസം. നിങ്ങൾ കുറച്ചുപേരെങ്കിലും അതിനകത്ത് ചിന്തിച്ചിട്ടുണ്ട്. ഇന്നലെ ലോകം മുഴുവനും അല്ലെങ്കിൽ ലോകത്തിൽ വായനാ ദിനമായിട്ടാണ്. അതിനെക്കുറിച്ച് ആർട്ടിക്കിളൊക്കെ നിങ്ങൾ വായിക്കുന്ന നെറ്റിനകത്തൊക്കെ ഉണ്ട്. ഈ പുസ്തകങ്ങളുടെ വായനകൾ നമുക്ക് കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ മൊബൈല്, ഞാൻ പലയിടത്തും ഞാൻ റെസ്ട്രിക്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. പല പ്രാർത്ഥനാങ്ങളിലും മൊബൈലിലിരുന്ന വേദപുസ്തകം വായിക്കുന്നത്, അതായത് ഇന്ന് പലപ്പോഴും നമ്മുടെ കയ്യിലിരിക്കുന്ന പാഡിലും ടച്ച് സ്ക്രീനുള്ള മൊബൈലൊക്കെയാണ് വേദപുസ്തകം വായിക്കുന്നത്. അത് തെറ്റായിരിക്കുന്ന ഒരു പ്രവണതയാണ്. അതിലേക്ക് നമ്മൾ ഒരിക്കലും ഇന്റർപ്രറ്റ് ചെയ്ത്, ദൈവത്തിൻ്റെ വിശുദ്ധ വചനം എന്ന് പറയുന്നത് വിശുദ്ധമാണ്. അത് വിശുദ്ധിയോടുകൂടെ കൈകാര്യം ചെയ്യാനുള്ളതാണ്. ഇതേ അനുഭവം നമുക്കറിയാം. മൊബൈലിലെ യൂസുകളും മറ്റു പലതും നമുക്കറിയാമല്ലോ. അപ്പോൾ ദൈവത്തിൻ്റെ വചനം അതിലൂടെ കടന്നു വരുമ്പോൾ അതൊരു മോഡേൺ തിങ്കിങ്ങിലാണെങ്കിലും ശരി, ഒരിക്കലും നമ്മൾ അതിനെ എൻകറേജ് ചെയ്യാൻ ഒരിക്കലും പാടില്ല. വചനം തന്നെ നമ്മൾ എടുത്ത് വായിക്കണം. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് വായനയുടെ ആഴമായിരിക്കുന്ന ഒരു ശീലനം സുജാമയ്ക്കുണ്ടതുകൊണ്ടാണ് വളരെ ഇൻഫോർട്ടീവായിട്ട് ഈ പല കാര്യങ്ങളും പറയാൻ സാധിക്കുന്നത്. നമ്മൾ വായിക്കണം. പലപ്പോഴും നമ്മൾ വായിക്കാൻ നമ്മുടെ കുറേ പ്രൊമോട്ടാണ്. ഇത് നമ്മുടെ കമ്മ്യൂണിറ്റി. വായനയിലൂടെ മാത്രമേ നമുക്ക് വിജ്ഞാനങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് കുഞ്ഞുണ്ണി മാസ്റ്റർ പറഞ്ഞത്, വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിൽ വളരും ആണ് കുഞ്ഞുണ്ണി മാസ്റ്റർ പറഞ്ഞത്. അതുകൊണ്ട് നമ്മുടെ വായനാശീലം കൂടുതൽ നമുക്ക് ശക്തമാക്കി മാറ്റണം. തിരുവചനം വായിക്കണം. അതുപോലെ തന്നെ ഈ സോഷ്യൽ ഇൻഫർമേറ്റീവായിരിക്കുന്ന പുസ്തകങ്ങൾ, നല്ല പുസ്തകങ്ങളുണ്ട്. അബ്ദുൽ കലാമിൻ്റെ പുസ്തകങ്ങളെ കോട്ടി എന്ന് പറഞ്ഞാൽ അത് വായനയിലൂടെ മാത്രമേ നേടിയെടുക്കാൻ സാധ്യമാകൂ. അതിലൊക്കെ പോകുമ്പോൾ അല്പസമയമെങ്കിലും നല്ല ഒരു ബുക്ക് ഷോപ്പിൽ കയറി നല്ല പുസ്തകങ്ങളുണ്ടെങ്കിൽ ഒന്ന് കളക്ട് ചെയ്യണം. നാട്ടിൽ നിന്ന് വരുമ്പോൾ അലുവായും പേരിയും സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നതിൻ്റെ കൂടെ തന്നെ നല്ല പുസ്തകങ്ങളൊക്കെ കൊണ്ടുവരണം നമുക്ക് വായിക്കാനായിട്ട്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം ഉണ്ടാകുന്ന ഞാൻ വളരെ സതുദ്ദേശത്തോടുകൂടിയാണ് ഈ ലൈബ്രറി ഇവിടെ തുടങ്ങിയത്. പക്ഷേ അതിൻ്റെ ആരംഭം ഒരു 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 വ്യത്യസ്തമായ രീതിയിലായതുകൊണ്ട് അതിനെ മുന്നോട്ട് നയിക്കാൻ സാധിക്കില്ലെങ്കിലും ഞാൻ ഈ ബഡ്ജറ്റിനകത്ത് കുറച്ച് പൈസ ഉൾപ്പെടുത്തുവാൻ പറഞ്ഞു. അവർ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. കുറച്ചുകൂടെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് ശരിയാക്കണമെന്നാണ് വിശ്വസിക്കുന്നത്. വായനാശീലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഒരുപാട് കാര്യങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കും. സുജാമയുടെ വളരെ മനോഹരമായ ഒരു മെസ്സേജായിരുന്നു. പൂർണ്ണമായിട്ട് എനിക്ക് കേൾക്കാൻ സാധിച്ചില്ല എങ്കിലും വളരെ ആഴമായിട്ട് പഠിക്കുകയും ആഴമായിട്ട് അത് പ്രസൻറ്റ് ചെയ്യാൻ സാധിച്ചു. അതുകൊണ്ട് എല്ലാവിധമായിരിക്കുന്ന അഭിനന്ദനങ്ങളും ഈ അവസരത്തിൽ അറിയിക്കുന്നു. ദൈവം കൂടുതൽ അനുഗ്രഹിക്കട്ടെ. ഇതിനും കൂടുതലായിട്ട് എഴുതുവാനും അതുപോലെ തന്നെ പ്രസൻറ്റ് ചെയ്യാനുള്ള കഴിവ് ദൈവകൃപ തരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ പാവങ്ങളും നേരുന്നു. അതുപോലെ തന്നെ മുമ്പ് ഞാനൊരു പ്രസംഗം കേട്ടു. അന്ന് പക്ഷേ ദിനപ്രസ്ഥാനത്തിൻ്റെ ഒരു മീറ്റിംഗിൽ അതിന് ആൾ കുറവായിരുന്നു. വളരെ മനോഹരമായ ഒരു പ്രസംഗം, വളരെ ആഴമായിട്ട് അതിനെ പഠിച്ചുകൊണ്ട് വന്ന് പ്രസൻറ്റ് ചെയ്യുവാൻ സാധിച്ചു. അതുകൊണ്ട് ദൈവം തന്നിരിക്കുന്ന ഈ ഒരു കഴിവ് പ്രയോജനപ്പെടുത്തുന്നതിന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യും. അടുത്ത റിപ്പോർട്ടുണ്ടല്ലേ? റിപ്പോർട്ട് സാറാ ഷെർലിൻ്റെ കുവൈറ്റ് പർത്തവതി സമാജത്തിന്റെ 21/5/2015 കൂടിയ യോഗത്തിന്റെ റിപ്പോർട്ട്.
സമാജത്തിന്റെ 2015-14 രണ്ടാമത്തെ യോഗം 21/5/2015 വ്യാഴാഴ്ച വൈകിട്ട് 5:30 NECKയിൽ വെച്ച് ഇടവക സഹവികാരി റവറന്റ് ഫാദർ റജീസി വർഗീസ് അച്ഛൻ്റെ മഹനീയ അധ്യക്ഷതയിൽ കൂടുകയുണ്ടായി. പ്രാർത്ഥന, പാട്ട്, വേദപുസ്തക വായന, സങ്കീർത്തനം നടത്തിയതിനു ശേഷം ബഹുമാനപ്പെട്ട അച്ഛൻ ആധുനിക ലോകത്ത് മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ മാതൃകാ രീതിയിൽ ക്രിസ്തീയ മൂല്യങ്ങൾ അധിഷ്ഠിതമായി വളർത്തുന്നതിൻ്റെ ആവശ്യകതയെപ്പറ്റി പറയുകയുണ്ടായി. പഴയ കാലത്തെ അപേക്ഷിച്ച് രണ്ടുപേരും വീടിന് പുറത്ത് ജോലി ചെയ്യാൻ പോകുന്നു. സ്ത്രീ കുഞ്ഞുങ്ങളെ നോക്കി വീട്ടിൽ കഴിയുന്ന സ്ഥിതി മാറി. അതിനാലൊക്കെ തന്നെ ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് വീട്ടിൽ നിന്ന് വേണ്ടത്ര കരുതലും സ്നേഹവും കിട്ടാതെ പോകുന്നു. അങ്ങനെ അവരവരുടെ പിയർ ഗ്രൂപ്പിനെയും മീഡിയയെയും ഇന്റർനെറ്റിനെയും മൊബൈലിനെയും ഒക്കെ കൂടുതൽ ആശ്രയിക്കുന്നു. വീടിനോടും പള്ളിയോടും ഒക്കെയുള്ള ആഭിമുഖ്യം കുറയുന്നു. ഈ മോഡേൺ ചലഞ്ചസ് ഒക്കെ ഉൾക്കൊണ്ട് എങ്ങനെ സ്ത്രീക്കും പുരുഷനും ദൈവോന്മുഖമായി ജീവിച്ച് പൂർണ്ണത കൈക്കൊള്ളുവാൻ സാധിക്കും? ആദ്യ ആദാമിനെയും ആദ്യ ഹവ്വായെയും ദൈവം സൃഷ്ടിച്ച ശ്രേഷ്ഠ സൃഷ്ടിയാണ്. ആ ആദ്യാവസ്ഥ എന്ന ആത്യന്തിക ലക്ഷ്യത്തിലേക്ക് നാം എത്തിച്ചേരുവാൻ രണ്ടാം ആദാമായി ക്രിസ്തുവും രണ്ടാം ഹവ്വായി മാതാവും നമുക്ക് റോൾ മോഡലായി മുന്നിലുണ്ടെന്ന് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിച്ചു. സൺഡേ സ്കൂളിലും ഗോൾഡൻ ജൂബിലിയോട് അനുബന്ധിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ ദിശാബോധം കൊടുത്ത് വളർത്തുവാൻ, അമ്മമാരെ സഹായിക്കുവാൻ മക്കളുടെ സമാജത്തിൻ്റെ മീറ്റിങ്ങിൽ പേരൻറ്റിങ് കുടുംബജീവിത ആദ്യമായവയെ പറ്റിയുള്ള ചെറിയ മെസ്സേജസ് കൊടുക്കുവാൻ ആലോചിച്ചതിൻ്റെ ആദ്യപടിയായി ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡന്റ് നാൻസി കൊച്ചുമ്മ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിൽ അമ്മയുടെ റോളിനെ പറ്റി വളരെ ഭംഗിയുള്ള ഒരു ക്ലാസ് എടുക്കുകയുണ്ടായി. അമ്മ ഒരു സ്റ്റിമുലസ് ആണ്, ഒരു ഉത്തേജകമാണെന്ന് പറഞ്ഞ കൊച്ചുമ്മ മദർ എന്ന 6 അക്ഷരങ്ങളെ ഒരമ്മയ്ക്ക് ഏറ്റവും ആവശ്യമുള്ള 6 ഗുണങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവയെ വിപുലപ്പെടുത്തി സംസാരിച്ചു. അങ്ങനെ M stands for mercy, O for optimism, T for trust, H for hard working, E encouraging, R role model. ഈ 6 ഗുണങ്ങൾ എംഫസൈസ് ചെയ്യാൻ ബൈബിളിൽ നിന്ന് ജോക്കബേദിൻ്റെയും സാറായുടെയും റിബേക്ക, ഹന്ന, കനാനി സ്ത്രീ ഉദാഹരണങ്ങൾ എടുത്ത് ദൈനംദിന ജീവിതത്തിൽ ഇവ എങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്ത് ജീവിക്കാമെന്ന് പറഞ്ഞു തന്നു. ഇനിയും ഇതുപോലെയുള്ള കൊച്ചു പ്രഭാഷണവും കൊച്ചുമയും അതുപോലെ കഴിവുള്ള മറ്റുള്ളവരിലും തരണമെന്ന ആവശ്യം ഉയർന്നു വന്നിട്ടുണ്ട്. തുടർന്ന് കഴിഞ്ഞ വർഷത്തെ സാമാജിക എക്സാമിൻ്റെ യൂണിറ്റ് അടിസ്ഥാനമുള്ള ജേതാക്കൾക്കും പങ്കെടുത്തവർക്കും 11 പേർ ട്രോഫീസും മെമൻറ്റോസും സർട്ടിഫിക്കറ്റ്സും നൽകുകയുണ്ടായി. കേന്ദ്രത്തിൻ്റെ കവർ പിരിവിനുള്ള